ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ബീഫ് ലസാനിയാണ്. ലസാനി കഴിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അതിൻ്റെ കൂടെ ഞാൻ സുക്കീനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാക്കുന്നൊരു ബീഫ് ലസാനിയാണ്. അതിന് വേണ്ടത് ഫസ്റ്റ് ഒരു വൈറ്റ് സോസാണ്. അപ്പോൾ വൈറ്റ് സോസ് എങ്ങനെ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് പറഞ്ഞുതരാം. അതിനായിട്ടൊരു പാനിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് മെൽട്ടായി വരുമ്പം മൈദ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പം എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വൈറ്റ് സോസ് ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് കുറുകി പോകാനും അല്ലെങ്കിൽ ബേൺ ആവാനുള്ള സാധ്യത ഉണ്ട്. ഇതൊന്ന് കുക്കായി വരുമ്പോഴേക്കും നമ്മൾ പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് 1 കപ്പ് പാലാണ്. അതിൽ പകുതി മാത്രം ഇപ്പോൾ ആഡ് ചെയ്യുന്നുള്ളൂ. പകുതി പാൽ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. കട്ടകളില്ലാണ്ട് മിക്സ് ആക്കി എടുക്കുക. പിന്നെ ഇതിൻ്റെ എല്ലാ മെഷർമെൻറ്റ്സും ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ബാക്കി 1/2 കപ്പ് പാൽ കൂടെ ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ ഈ വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 2 കപ്പ് പാലാണ് യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി 1 കപ്പ് കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഇതൊന്ന് നല്ല രീതിയിൽ കട്ടകളില്ലാണ്ടൊന്ന് മിക്സാക്കി വന്നതിന് ശേഷം ബാക്കിയുള്ള 1 കപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ല രീതിയിൽ മിക്സാക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് സ്പൈസസാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ ഇതിൽ എന്തൊക്കെയാണ് സ്പൈസസാണ് ആഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള സോൾട്ടും ആഡ് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. മിക്സാക്കി ജസ്റ്റ് ഒന്ന് കുറുകി വരണം. നല്ലോണം കുറുകാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് തിക്കനായി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇനി നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാനുള്ളത്. ഇനി ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻറ്റ് ചീസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൊസറല്ല ചീസ് ആഡ് ചെയ്യാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചീസിൻ്റെ സ്ലൈസസ് ആണ്. 2 സ്ലൈസ് ചീസാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതെപ്പോഴും ലാസ്റ്റ് തന്നെ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റ് സോസിൻ്റെ പരിപാടി കഴിഞ്ഞ് വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഈ വൈറ്റ് സോസ് തന്നെയാണ് ഞാൻ പാസ്തയ്ക്കും ഒക്കെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാസ്ത ഉണ്ടാക്കുമ്പോൾ ഈ വൈറ്റ് സോസ് വെച്ചിട്ടൊന്ന് പാസ്ത ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഈ ലസാനിൻ്റെ ഹൈലൈറ്റ് പാർട്ട് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോണ ബീഫിൻ്റെ മിക്സാണ്. സോ അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടെ. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2-3 വെളുത്തുള്ളി അരിഞ്ഞതും 1 സവോള അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറിന് പകരം ഒലിവ് ഓയിൽ ആഡ് ചെയ്യാം. പക്ഷേ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ബട്ടർ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. സോ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ബീഫാണ് ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ മിൻസ്ഡ് ബീഫാണ് എടുത്തിട്ടുള്ളത്. അതൊരു 1/2 kg വരും. അതും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കി കൊടുക്കുക. കാരണം കുക്കിംഗ് ടൈം അത്യാവശ്യം വരും. നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യുന്ന പോലെയല്ല, ബീഫ് കുറച്ചധികം സമയമെടുക്കും കുക്കായി കിട്ടാൻ. സോ നമ്മളൊന്ന് കുറച്ച് ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. ദെൻ ബീഫിലേക്ക് നമ്മൾ എക്സ്ട്രാ വാട്ടർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ഓൾറെഡി വെള്ളം അതിൽ നിന്ന് വരും. സോ നമ്മൾ വെള്ളം ആഡ് ചെയ്യേണ്ട. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് ആഡ് ചെയ്യാം. ഒരു 1 ടീസ്പൂൺ മിക്സ്ഡ് ഹെർബ്സ്, അതുപോലെ 1 ടീസ്പൂൺ പെപ്പർ, 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി. പിന്നെ ആഡ് ചെയ്യുന്നത് പാസ്ത സോസാണ്. 2 ടേബിൾ സ്പൂണോളം പാസ്ത സോസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതെന്തായാലും ഒരു മസ്റ്റായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് മിസ് ചെയ്യാതിരിക്കുക. പാസ്ത സോസും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1 ടീസ്പൂണോളം നമ്മുടെ സാദാ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലി ആഡ് ചെയ്യാം. പക്ഷേ കുറച്ചും കൂടി സ്പൈസിയാണ് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനൊരു സാദാ നോർമൽ നമ്മുടെ ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, 1 ടീസ്പൂണോളം. അതും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട്. അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. വെള്ളം നന്നായിട്ട് വറ്റണം. നല്ലോണം മിക്സാക്കി ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുക, മിക്സാക്കി എടുക്കുക. വേണമെങ്കിൽ ഉപ്പും അതുപോലെ തന്നെ സ്പൈസസൊക്കെ എക്സ്ട്രാ വേണമെങ്കിൽ ആഡ് ചെയ്യാം. നിങ്ങളുടെ ടേസ്റ്റ് എങ്ങനെയാണോ, സ്പൈസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സ്പൈസ് ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്തിട്ട് ബീഫ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി ലസാനിയൊക്കെ ആവശ്യമായിട്ട് വരുന്നത് സുക്കിനിയാണ്. അതെങ്ങനെയാണൊന്ന് തിൻ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടൊന്ന് ഫ്രൈ ചെയ്യാമെന്നും കൂടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് സുക്കിനി ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സുക്കിനി ഒഴിവാക്കിയിട്ടും ഈ റെസിപ്പി ചെയ്യാം. സുക്കിനി ഇല്ലാണ്ട് ചെയ്താലും നല്ല ടേസ്റ്റുള്ള സംഭവം തന്നെയാണ്.
സുക്കീനൊക്കെ ഇതുപോലെ ഞാൻ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാടങ്ങ് കുക്കിംഗ് ടൈമുള്ള ഒരു വെജിറ്റബിൾ അല്ല. സോ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു പാനിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഒരു ഗാർലിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുത്തത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് സോട്ട് ചെയ്യാം. ഇനി ഈ ബട്ടർ ഗാർലിക് മിക്സ് ഉണ്ടല്ലോ, അത് നല്ലവണ്ണം പാനിൽ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സുക്കിനി ഉണ്ടല്ലോ, അതെല്ലാം ഇതുപോലെ വെച്ചെടുത്ത് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കുക. ഒരുപാട് സമയം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം വെന്ത് പോകും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. രണ്ട് സൈഡും പെട്ടെന്നൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഞാനിവിടെ ഇതുപോലൊരു ട്രേ എടുത്തിട്ടുണ്ട്. ഇത് ബേക്കിംഗ് ട്രേ ആണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഐറ്റംസൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ടാസ്ക്. അപ്പം നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബീഫാണ് ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി വൈറ്റ് സോസ് അതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ സമൂസ ഷീറ്റാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലസാനിക്കായിട്ട് ഷീറ്റ് കിട്ടും, അത് ആഡ് ചെയ്യാം. പക്ഷേ സമൂസ ഷീറ്റ് ആഡ് ചെയ്തുകൊണ്ട് ടേസ്റ്റിലൊരു വ്യത്യാസമൊന്നും വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പോലെ തന്നെ ബീഫ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ മൊസറല്ല ചീസ് ആഡ് ചെയ്യുന്നുണ്ട്. ദെൻ സുക്കിനി, നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സുക്കിനി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഏറ്റവും ടോപ്പിൽ ഞാൻ ഇവിടെ സുക്കിനിയാണ് വെച്ചിട്ടുള്ളത്. അതങ്ങനെ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ അതിൻ്റെ മേലായിട്ട് നമ്മൾ ബാക്കി വന്നിട്ടുള്ള വൈറ്റ് സോസും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ലാസ്റ്റായിട്ട് കുറച്ചധികം മൊസറല്ല ചീസും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 35 to 40 മിനിറ്റ്സോളം ബേക്ക് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലസാനിയ റെസിപ്പിയാണ്. വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കാനും കഴിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും, അതുപോലെ പിസ്സ, പാസ്ത അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ഈ റെസിപ്പി എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ശരി കേട്ടോ.